Hi guys, welcome back to my channel. അങ്ങനെ ഡെഡ്പൂൾ 3 ഡെഡ്പൂൾ വാസ് വോൾവറിൻ എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. ഒരു ആഫ്റ്റർ എ ലോങ് ടൈം നമുക്കൊരു വലിയൊരു ട്രീറ്റ് മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് തന്നു. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളൊരു സിറ്റുവേഷനാണ് മാർവൽ ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അനാവശ്യ സീരീസും പിന്നെ സീരീസിനെ പറ്റി കുറേ പറയണം. അപ്പാടെ കിഡ്ലൻ സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കി, മൂൺ നൈറ്റ് ഇതൊക്കെയായിരുന്നു സെറ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറേ മാർവൽസ്, ഷീ ഹൾക്സ്, എൻ്റെ അമ്മ ഒന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല. അത്ര ശോകത്തിൽ കിടന്ന ഒരു സംഭവത്തെയാണ് ഇപ്പം ആഫ്റ്റർ സ്പൈഡർമാൻ നോ വേ ഹോമിൽ നമുക്ക് തന്ന അതേ ഒരു ട്രീറ്റ് നമുക്ക് വീണ്ടും ഡെഡ്പൂൾ 3 നമുക്ക് കട്ടയ്ക്ക് നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് പോലെ നമുക്ക് തന്നിട്ടുണ്ട്. പടം ഡയറക്റ്റഡ് ബൈ ഷോൺ ലെവി. യെസ്, പുള്ളിക്കാരനായിട്ട് ദി മ്യൂസിയം, ഫ്രീ ഗായ്, പിന്നെ റിയൽ സ്റ്റീലിൻ്റെ ഒക്കെ ഡയറക്ടറാണ്. ഇപ്പോൾ റയാനായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് കോണ്ടാക്റ്റുള്ള പുള്ളിക്കാരനാണ്. അപ്പം റയാൻ ഇതിൽ സ്റ്റോറി റൈറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷോൺ ലേവി, അങ്ങനെ ഒരു 4-5 ക്രൂസാണ് ഇതിൻ്റെ മെയിൻ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. മ്യൂസിക് എടുത്ത് പറയണം കേട്ടോ, റോബ് സൈമൺസൺ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കായിരുന്നു. ആ മ്യൂസിക്കിലുപരി ഇതിലെടുത്ത് പറയണം, പടത്തിൻ്റെ ഫസ്റ്റിൽ ടൈറ്റിൽ എഴുതി കാണിക്കാൻ നേരത്തുള്ള ഒരു ഫൈറ്റ് സീൻസ് ഉണ്ട്. എൻ്റെ മോനെ 3D എന്ന് പറഞ്ഞാൽ അന്യായ 3D, വേറെ ലെവൽ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇതുവരെ കാണാത്ത 3D എഫക്ട്സ് ആയിരുന്നു ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എടുത്ത് പറയണം. അതുമാത്രമല്ല, ആ ഒരു മ്യൂസിക്കും ആ കോമഡിയും ആ എല്ലാ ഹ്യൂമർ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളി. പിന്നെ ഹ്യൂ ജാക്ക്മാൻ, എൻ്റെ അമ്മൂ, ഏതൊക്കെ വെർഷൻ, പല തരം പല 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 തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഒരു രക്ഷയില്ല, അന്യായം. പിന്നെ ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. അപ്പം സ്പോയിലേഴ്സൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ആക്ച്വലി അത് മാർവൽസ് തന്നെ പുറത്ത് വിട്ടായിരുന്നു. ആരൊക്കെ ക്യാരക്ടേഴ്സ് ആരൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും പുറത്ത് വിട്ടു. പക്ഷേ ഞാൻ പറയപ്പെടുന്നില്ല. പക്ഷേ വന്ന ക്യാരക്ടേഴ്സൊക്കെ ഞെട്ടിച്ച് കളഞ്ഞു. ഉള്ള കാര്യം പോട്ടെ, ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ വിചാരിച്ചില്ല ഇത്രയും സംഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ച് റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതൊക്കെ വരും. പക്ഷേ ആ റൂമേഴ്സിൽ വന്ന ഒരു മെജോറിറ്റി ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു പടത്തിൽ. അടിപൊളി, ഒരു രക്ഷയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരു ഡെഡ്പൂളിൻ്റെ ഒരു വൺ ട്രീറ്റ് നമുക്ക് കെവിൻ ഫീജ് തന്ന ഒരു സദ്യ, ഒരു ഓണസദ്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വിടരുത്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അപേക്ഷയും. കാരണം ഇനി കയ്യിൽ നിന്ന് പോയതാണ്. ഇതിൽ പിടിച്ച് കയറണം. അടുത്ത ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ വേൾഡ് മൂവി വരുന്നുണ്ട്. അതിൽ റെഡ് ഹൾക്കൊക്കെ ഉണ്ട്. റോസാണ് റെഡ് ഹൾക്കായിട്ട് വരുന്നത്. അതൊക്കെ ഒരുപാട് പ്രതീക്ഷ ഉള്ള ഒരു സംഭവമാണ്. പിന്നെ അഗത എന്ന് പറഞ്ഞ സീരീസ് വരുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ, സീരീസിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അന്യായ ശോകമാണ് തോന്നിയത്. അത് എന്തിനാണ് അത് കട്ട് ചെയ്തിട്ട് പകരം നല്ലൊരു ഒരു പടം ഇറക്കിയതെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ എന്തായാലും വൺ സാറ്റിസ്ഫൈഡും മാർവൽ ജീസസ് എന്നൊക്കെ പറയും ആ സിനിമയിൽ. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫൈ. ഫോക്സ് സെഞ്ചുറീനെ കുറേ ഇത് സംഭവം പറയുമെങ്കിലും പോസ്റ്റ് സീനിൽ ഫോക്സ് സെഞ്ചുറിക്ക് ഒരു കിടിലൻ ട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്മെൻ, ഡെഡ്പൂൾ, ഇതിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു നൊസ്റ്റ അടിക്കും നമുക്ക്. പിന്നെ എൻകേജ് സീനായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നുമില്ല. അടുത്ത വിഷനിൽ വരുന്ന സംഭവമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള പടം വേറെ ലെവലായിരിക്കും. അതുമാത്രമല്ല, അവഞ്ചേഴ്സിൻ്റെ ഒരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റൂസോ ബ്രദേഴ്സ് അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. കെവിൻ ഫീജ് കുറേ സ്ക്രിപ്റ്റും സ്റ്റോറിയും കീറി കളഞ്ഞു. ഇനി റൂസോ ബ്രദേഴ്സ് ഡയറക്ടേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത പടം ഇനി ക്യാപ്റ്റൻ ഇത് കഴിഞ്ഞിട്ട് ഫാന്റാസ്റ്റിക് ഫോറും അടുത്തൊരു ഫേസ് ആരംഭിക്കുകയാണ്. സോ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇനിയെങ്കിലും മാർവൽ ശരിയാവട്ടെ, നന്നാവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അത് സെറ്റാവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോമിക്സൊക്കെ വായിക്കുന്നത് നമുക്കറിയാം. ഒരു ഗോർ സീൻസ് അപ്പോൾ ഇങ്ങനെ കാണിക്കണം, പച്ചയ്ക്ക് ഗോർ സീൻസ്, ഇത്രയ്ക്കും ഒരു വയലൻസ് ഉള്ള പടങ്ങളൊക്കെ സിനിമയിൽ കോമിക്സിലുണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് കിട്ടാനുള്ളൊരു അർഹത നമുക്കില്ലേടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസ്നി ഇത്രയും കാണിച്ചതിന് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു നന്ദി നമ്മൾ ഡിസ്നിയോട് പറയണം. സെൻസർ ചെയ്യാതെ ഇത്രയും നമുക്കിവിടെ കാണിച്ച് തന്നതിന് ഡിസ്നിക്ക് 1000 നന്ദി. അത് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യമാണ്. അടിപൊളി.
അതുമാത്രമല്ല ഇനി അങ്ങോട്ടും ഇതുപോലത്തെ ഗോർ സീൻസും ഇത്രയ്ക്കും വല്ല ആക്ഷൻ സീക്വൻസും ഒക്കെ വരണം. അയ്യോ ഇതിലൊക്കെ ആക്ഷൻ സീക്വൻസ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അന്യായ ആക്ഷൻ സീക്വൻസ്. ഒരു വേറെ ലെവലടേ. ഹ്യൂ ജാക്ക്മാനും റയാനും അടിപൊളി കോമ്പോ, ഒരു രക്ഷയില്ല. ഒരു വൺ ട്രീറ്റ്, കൈയടിച്ച് വയ്യ, അത്ര വിഷ്വലായിരുന്നു. സ്പൈഡർമാൻ നോവയിൽ ഹോമിൽ കിട്ടിയ അതിൻ്റെ ഒരു ഫീൽ അത് നമുക്ക് അതിൻ്റെ ഒരു ഇരട്ടി കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പടം നോക്കിയോ കയറി കൊളുത്തിയിട്ടുണ്ട്. ഇനി അങ്ങ് കത്തി പിടിക്കും പടം, ഉറപ്പാണ്. അപ്പോൾ ദയവ് ഇത് കെവിൻ ഫീജി പറഞ്ഞാൽ ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. മാർവലിനെ നല്ല രീതിയിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ മാത്രമല്ല എല്ലാവരും ഒപ്പീനിയൻ അതാണ്. അപ്പം സെറ്റാകണം. ഇനിയും കിടലം ഡയറക്ടർമാർ വരണം, സെറ്റായിട്ട് മാർവൽ യൂണിവേഴ്സിനെ കൊണ്ടുപോകണം എന്നെൻ്റെ അപേക്ഷയാണ്. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.